ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്റെ ജീവിതം എന്റെ ജീവിതം. നീ അറിഞ്ഞല്ലേ ഇവളുടെ തള്ളേ നിങ്ങളെ കാണും എന്നടാ വണ്ണം പറഞ്ഞ സബ്സ്ക്രൈബർ ചാനൽ. ഹലോ, അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഗെയിമാണ്. ഗെയിം എന്ന് പറയുന്നത് നമുക്ക് ചക്കപ്പഴത്തിലെ ഓരോരുത്തരുടെയും ഒരു മെമ്മറി അറിയാൻ പറ്റണ അല്ലെങ്കിൽ അവരുടെ ഒരു ഫേവറേറ്റ് ഇഷ്ടം അറിയാൻ പറ്റുന്ന ഗെയിമാണ്. അപ്പോൾ ത്രൂ ഔട്ട് കാണാൻ എന്നേ അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരു കാർഡ് വെച്ച് ഞാൻ കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് 30 കാർഡ് എങ്ങാണ്ട് വേണ്ടി ഇവിടെ ഒരു 30 പേരുണ്ട്. അപ്പോൾ ഒരു കാർഡ് വെച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഈ കാർഡ്സിലെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ആര് ഏത് കാർഡ് എടുക്കുന്നോ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം, സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യണം. അതാണ് ഗെയിം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കുറേ എണ്ണം ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെയൊക്കെ അടുക്കയിൽ പോകാം. അകത്ത് കുറേ പേര് വെറുതെ കുത്തിയിരിക്കുന്നുണ്ട്, അവരുടെ അടുക്കൽ പോകാം. ക്യാൻറ്റീനിൽ മറിയാൻ വെച്ചിട്ടേക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടും പോകാം. അങ്ങനെ എല്ലാവരുടെ അടുക്കയിലും നമുക്ക് ഓരോ കാർഡ്സ് വെച്ചിട്ട് കൊടുത്തിട്ട് പോകാം. ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ചേട്ടൻ്റെ അടുക്കൽ തന്നെ ആദ്യം ചോദിക്കാം. ഫുഡ് കഴിക്കാൻ പോയ ആളെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് വ്ളോഗ് എടുക്കണം. അങ്ങനെയാണ് അഹങ്കാരം പിടിച്ച വ്ളോഗേഴ്സ്. ഇതിനകത്തുനിന്ന് ഒരു കാർഡ് എടുക്കണം. ആ കാർഡിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഏത് കാർഡ് വേണം? കുഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇരുന്നു, അടുത്തത് കുഞ്ഞിന് എടുക്കാം. ഇവിടെ വന്നു. Tell us about a random act of kindness someone did for you that you will always remember. ചേട്ടന് ഒരാള് ചെയ്തു തന്ന ഒരു ഉപകാരം ചേട്ടൻ ഒരിക്കലും മറക്കാത്ത മാത്രം എന്റെ ജീവിതം. എന്നാലും പറയും. അതാ നീ കാണിക്കുന്നത്. ഒരു സ്ഥലത്ത് ഈ ഇടയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് ഒരു ഷോപ്പില് GPay വർക്ക് ചെയ്തില്ല. അപ്പോഴത്തേക്ക് പെട്രോൾ പമ്പിൽ നിന്ന് എനിക്ക് 100 രൂപയ്ക്ക് പെട്രോൾ ഫ്രീ ആയിട്ട് പെട്രോൾ കൊടുത്തു. ഞാൻ വിചാരിച്ചത് ഇത് അളവായിരുന്നു പെട്രോൾ അടിക്കാനുള്ള. അപ്പം ആ ചേച്ചിയാണോ ചേട്ടനാണോ പെട്രോൾ പമ്പില് ആ പയ്യനെ ഞങ്ങൾ സ്മരിക്കുന്നു, ചേട്ടനെ സഹായിച്ചതിന്. ഓക്കെ, ചേട്ടൻ ഇനി പോയി ഫുഡ് കഴിച്ചോ. താങ്ക് യു ഫോർ യുവർ ടൈം. ചുമ്മാ ഗെയിം. നീ കുറച്ചുകൂടെ അടുത്ത് പിടിച്ചോ, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കത്തില്ല. കമൺ. ഏത് വേണം? ചൂസ് യുവർ കാർഡ്. വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു യുവർ യങ്ങർ സെൽഫ്? കുഞ്ഞുവിന്റെ തന്നെ കുട്ടിക്കാലത്തിന് കുഞ്ഞുവിന് എന്താണ് കുഞ്ഞു അഡ്വൈസ് ചെയ്യുന്നത്? എന്റെ കുഞ്ഞിനോ? എനിക്കോ? അതായത് കുഞ്ഞുവിന്റെ തന്നെ കുട്ടിക്കാലത്തിന് ഇപ്പൊ മീറ്റ് ചെയ്യാൻ പറ്റുവാണ്. കുഞ്ഞു ഒരു 12 വയസ്സുള്ളപ്പോഴോ അങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുകയാണ്? ജീവിതം അടിച്ചു പൊളിക്കാൻ. അപ്പൊ അടിച്ചു പൊളിച്ചിട്ടില്ലേ കുഞ്ഞു? കുറച്ചും കൂടെ അതാണ് കൊടുക്കുന്നത്. കളർഫുൾ ആവും. അന്നത്തെ കളർഫുൾ അല്ല ഇന്നത്തെ കളർഫുൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും കളർഫുൾ ആകാൻ വേണ്ടി എൻജോയ് ചെയ്യാം. ഓക്കെ, സമ്മാനം ഞാൻ ഏറ്റവും നല്ല ഉത്തരത്തിന് സമ്മാനം. ഇത്താത്ത മഹിനത്താത്ത ഏത് വേണേലും എടുത്താൽ മതി. ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇഫ് യു വെയർ ടു കം അപ്പ് ഇൻ ദ ഹെഡ്ലൈൻസ് ഓഫ് എ ന്യൂസ് പേപ്പർ, ഫോർ വാട്ട് റീസൺ വുഡ് ഇറ്റ് ബി? നിനക്കിപ്പം ഒരു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഹെഡ്ലൈൻ ആയിട്ട് നിന്റെ ഫോട്ടോ ഉൾപ്പെടെ വരും. അപ്പൊ നിനക്ക് എന്തിന് വരണം എന്നാണ് ആഗ്രഹം? കള്ളക്കടത്ത് എന്ത് വേണമെങ്കിൽ വരാം. നിനക്ക് എന്തിന് വരണമെന്നാണ് നിന്റെ ആഗ്രഹം? അങ്ങനെ വരാൻ നിനക്കൊരു അവസരം കിട്ടും. ഞാനാണ് ന്യൂസ് പേപ്പറിന്റെ ഓണർ. പറ, എന്തിനാണ് നിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടത് ഫസ്റ്റ് പേജിൽ? ഞാൻ നല്ലൊരു കാര്യം ആർക്കെങ്കിലും ചെയ്തതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ. നന്മയുള്ള ലോകമേ. ഓക്കേടാ, നല്ല കാർഡ് കൊടുക്കണേ പോലും. ഞാൻ ഇതിനകത്ത് ഇങ്ങനത്തെ എല്ലാ കാർഡും പഠിച്ചിട്ടാണല്ലോ പോന്നെ. ആരും ടാറ്റ കാണിക്കുന്ന Tell us about a book or movie that made you cry. ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു സിനിമയോ, കരഞ്ഞിട്ടുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ബുക്കോ. വാത്സല്യം. അതല്ല, മറ്റേ
ആകാശദൂത് ആകാശദൂത്. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ജനറേഷനുള്ള എല്ലാവരും ആകാശദൂതായിരിക്കും പറയുക. കണ്ടോ അവളുടെ ക്വസ്റ്റ്യൻ അവൾക്ക് ആൻസർ ഇല്ല. മറ്റേതിന് വരുന്നു മാളികപ്പുറം കണ്ടാൽ കരഞ്ഞില്ല എന്ന് പറയും. റബി നമുക്ക് ഇവിടെ ചേച്ചി 2018 മതി. ഈ എല്ലാ മൂവിയും പറഞ്ഞില്ല, കാരണം ഒരെണ്ണം പറയാനാ പറഞ്ഞു. Talk about your most embarrassing moment in life so far. അതായത് നിനക്ക് ഇതുവരെ ഭയങ്കര നാണക്കേട് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് പറയാൻ ലൈഫില്. ഇല്ല അതാണോ? ഒരു സ്റ്റേജിൽ കയറി സംസാരിച്ചത്. ഏത് സ്റ്റേജിൽ കയറി നീ സംസാരിച്ചു? ഞാൻ കോളേജിൽ പഠിക്കുന്നത്. എന്താ നീ സംസാരിച്ചേ? അതന്നെ എനിക്ക് അപ്പൊ എന്തൊക്കെയോ പറഞ്ഞങ്ങനെ ഇതായി നാണക്കേടായി പോയി. കണക്കിലായിപ്പോയി. What's that one thing that you are proud of inheriting from your parents? ഉമ്മയുടെ അടുക്കൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ല ഗുണം എന്താ? ഇതിന്റെ മലയാളം ഞാൻ ഇനി എവിടെ കണ്ടുപിടിക്കും? എടാ, ഉമ്മയുടെ അടുക്കേന്ന് നിനക്ക് ഉമ്മ തന്നിട്ടുള്ള ഒരു നല്ല സ്വഭാവമോ അല്ലെ ഉമ്മയുടെ കണ്ണ് നിനക്ക് തന്നിട്ടുണ്ടോ? ഏതാണ് നിനക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളത്? ഓ, എനിക്കിത് ഉമ്മ തന്നത് നന്നായി എന്ന് തോന്നുന്നത്. ഇവരെ തന്നെ ഞാൻ പറയാം. അതത്ര നന്നായില്ല, ജനിപ്പിച്ചത് അത്ര നന്നായില്ല. പറയോ സാർ? അവള് കേക്കണ്ട. ഇപ്പൊ നിന്നെ ഓട്ടിക്കും. ഇത് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. ഫണ്ടൂരെ കൊണ്ടുപോകും, എന്തൊക്കെ ചെയ്ത് മുട്ടായി വാങ്ങി തരും, ഫണ്ടൂരെ കൊണ്ടുപോകും. ഇപ്പൊ ടാബ് വാങ്ങി കൊടുക്കാൻ പോകുന്നു പുതിയതായിട്ട്. ഇതേ കൃഷ്ണ അതൊന്നുമില്ല. നല്ല മോശം മോശം. പക്ഷെ ഇൻഹെറിറ്റഡ് ആണ് പറഞ്ഞത് അവളുടെ. What is the most valuable lesson someone taught you? ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു നല്ല പാഠം എന്താണ്? ജീവിത പാഠം. നല്ല പാഠം എന്ന് പറഞ്ഞാല് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. എങ്ങനെ ജീവിതം കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാല് എങ്ങനെ അത് ഓവർകം ചെയ്യണമെന്ന് എന്നെ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. മീൻസ് പഠിപ്പിച്ച് മീൻസ് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മയുടെ ലൈഫിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മയുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നല്ല പാഠം. പ്രൗഡ് ഓഫ് യു അമ്മ. ഓക്കെ, ഇങ്ങനെ കാണിച്ചില്ല. ഇതിന്റെ പേര് ചോദിച്ചില്ലായിരുന്നു. ആ, ഇത് നമ്മുടെ ന്യൂ എൻട്രി ആണ് ചക്കപ്പഴത്തിലേക്ക്. തിരിഞ്ഞു കാണിച്ചു കൊടുക്കും. ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിനെ തുടങ്ങാം. കമോൺ. How do you want to be remembered? എങ്ങനെയാണ് ആൾക്കാർ മരിച്ചു കഴിയുമ്പോ ആലോചിക്കണം എന്ന് വിചാരിക്കുന്നത്? How do you want to be remembered? ആ ഒരു പ്രൊജക്ട് വെച്ചിട്ട് ആലോചിക്കണം എന്നാണ്. സിനിമയാണ് ആഗ്രഹം. വിളിക്കണം കേട്ടോ. ഓക്കെ ബൈ. ഇതോ അവിടെ 3 പെറ്റ് പെരുകി കിടക്കണം. കമോൺ, ഇങ്ങോട്ടേക്ക് വാടാ. ഗെയിമാ. അമലുവിന്റെ എത്ര ലൈൻ ഉണ്ടെന്ന് ഇപ്പൊ നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ. ഓക്കെ, ഇതിന്ന് ഒരു കാർഡ് എടുക്കണം. ആ കാർഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒരാൾ ആൻസർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഓരോരുത്തർ ഓരോ കാർഡ് എടുക്കണം. അവരവരുടെ ക്വസ്റ്റ്യൻ പറയാം. ഞാൻ വായിച്ചത് ആങ്കറിംഗ് ഡ്യൂട്ടി എനിക്ക. If you were to send a heartfelt message to a famous personality, who would it be and what would you send? നീ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾക്ക് നിനക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാൻ നിനക്ക് ഒരു അവസരം കിട്ടാണ്. ആർക്കായിരിക്കും, എന്തായിരിക്കും നീ അയക്കുന്നത്? സണ്ണിയിലോ? ഉടനെ കാണാന്ന്. ആ, എന്തായിരിക്കും നീ അയക്കുന്നത്? അക്ക ഉയർ. ഒരുപാടായി പോകും. എന്റെ കാറിന്റെ അമലും എടുക്കാം. അമലും ഇനി മിയ ഖലീഫയാണോടാ അടുത്തത്?
If money wasn't an issue, what job would you choose? അതുകൊണ്ടാണല്ലോ അവൻ ഈ ജോലി തെരഞ്ഞെടുത്തത് എന്ന്. അതല്ലേ, പക്ഷെ നിനക്ക് കുറച്ചും കൂടി അപ്പോട്ടെ സാരമില്ല. നീ എടു. 4-5 എണ്ണം വേണ്ട, ഒരെണ്ണം എടുത്താൽ മതി. What is the weirdest thing you did to de-stress yourself? ഇത് ഞാൻ ഇവന്മാരോട് ചോദിക്കുന്നത്. ഓക്കെ, നീ ചെയ്തിട്ടുള്ള ഒരു വിയേർഡ് ആയിട്ടുള്ള തിങ്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പറയാൻ പറ്റില്ല. ഓ, ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഓ, അങ്ങനെ. ഓക്കെ, ശരി. ബിന്ദു ചേച്ചി ഇവിടെ ചേച്ചിക്ക് കൊടുക്കാം. ചേച്ചിക്ക് വേണ്ടി കണ്ണൻ എടുക്കുന്നതായിരിക്കും. ആ ലോട്ടറി എടുത്തിരിക്കുന്നത് കണ്ണനാണ്. യു ഹാവ് എ ഫ്രീ ഡേ വിത്ത് നോ റെസ്ട്രിക്ഷൻസ്. അത് കൊള്ളാം കേട്ടോ, ചേച്ചിക്ക് പറ്റിയ ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് യു ഡു? അതായത് ചേച്ചിക്ക് ഒരു ഫ്രീ ദിവസമുണ്ട്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഫാമിലിയുടെ ബാഗേജ് ഇല്ല, ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ല ചേച്ചിക്ക്. എന്നാലും ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അപ്പൊ FD ഇടാൻ പോണം നേരെ അങ്ങ്, പിന്നെ ലൈഫ് ചിൽ. അല്ല, മരിക്കുന്നവര് അവരെ അതേ ഉള്ളൂ. ഓക്കെ, Make a rap song based on your current life event. നീ ഒരു ഇരട്ടപ്പാട്ട് ഉണ്ടാക്കി, ഒരു റാപ്പ് സോങ് ഇപ്പോഴത്തെ നിന്റെ ജീവിതം വെച്ചിട്ട്. ഇവിടെ നിന്ന് ഞാൻ തുടങ്ങുമെന്ന് പാടലാം. നിന്റെ പാട്ടിന് വേണ്ടി ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. എന്റെ ജീവിതം ഇവിടെ തീർന്ന് കണ്ണ, അടിപൊളി കണ്ണ. പറ്റിയ ആള് വന്നു. സുമ, ചാച്ചന് ഒരു ഹെൽപ്പ് ചെയ്യോ നീ? ചാച്ചന് വന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ചാച്ചന്റെ ജീവിതം വെച്ചിട്ട് ഒരു റാപ്പ് സോങ് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ സോങ് ഉണ്ടാക്കാൻ നിന്നേക്കാൾ വലിയ കഴിവുള്ള പാസ് ചെയ്തു. ചാച്ചന്റെ ജീവിതത്തിന്റെ നിനക്ക് വേറെ കാർഡ് തരാം. എനിക്കൊരു ജീവിതം, ഐശ്വര്യമുള്ള ജീവിതം, ഞാൻ ആഗ്രഹിച്ച ജീവിതം, എന്റെ ജീവിതം, എന്റെ ജീവിതം, എന്റെ ജീവിതം, എനിക്കൊരു ജീവിതം, ഞാൻ ആഗ്രഹിച്ച ജീവിതം, എന്റെ ജീവിതം മൊത്തത്തിൽ പോയി മച്ചാനെ, മച്ചാനെ. എല്ലാം ഒരെണ്ണമാണോന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാം ഒരെണ്ണമാണോന്നൊരു സംശയമുണ്ട്. ഇതാ ഞാൻ വായിക്കാം, ഒളിപ്പിച്ചൊക്കെ വെക്കുന്നത്. വാട്ട് ഈസ് ദ വിയർഡസ്റ്റ് ഓർ സ്കേറിയസ്റ്റ് ഡ്രീം യു ഹാവ് എവർ ഹാഡ്? അതായത് ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും പേടിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വൃത്തികെട്ടതോ ആയിട്ടുള്ള സ്വപ്നം ഏതാ ഓർമ്മയുള്ള? ഞാൻ കഴിഞ്ഞ ആഴ്ച ശ്രുതി ഒന്ന് സ്വപ്നം കണ്ടു. ഓക്കേടാ, ബൈഡാ. ഓക്കേ, ബൈ. ഫ്രഷ്. സത്യമായിട്ടും പറഞ്ഞതാ. എന്നോട് പറഞ്ഞു, ചാച്ചാ പറഞ്ഞില്ല ഇതിനോട് വന്നിട്ട്. അപ്പൊ നീ കേട്ടില്ലേ? അപ്പൊ അവനെ കണ്ട പഠിച്ച നമുക്ക് സുമേനെ റാപ്പ് സോങ് ഒക്കെ ഓ ഇവിടെയാണോ? എടാ അവിടെ വന്നാലും മതിയായിരുന്നു. ആ എന്നാ കാച്ച് കിട്ടിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുത്തോളൂ, താങ്കളുടെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം. ഓമ്പറി കൂട്ടി തന്നത് 5-6. What would you do if you got $100 million? അത്രേ ഉള്ളൂ. $100 million നിനക്ക് കിട്ടി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? എന്നടാ പണ്ട പറഞ്ഞ $100 million എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ പെണ്ണുമ്പിളെ അടിപൊളി പെണ്ണുമ്പള അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അപ്പഴേ അവളെ കളഞ്ഞിട്ട് ഓടിയെന്ന് പറഞ്ഞത്. ഞാൻ എന്റെ പെണ്ണുമ്പിളെ എല്ലാവരും സഹായിക്കും. എടാ ഞങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നത് എന്നാ $1 million അവർക്ക് എല്ലാവർക്കും $1 million വെച്ച് കൊടുക്ക്. $100 million കിട്ടില്ലേ? നമുക്ക് അടുത്താണ്. Which is
that one memory you and your family or friends repeatedly talk about? വീട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ എടുത്തെടുത്ത് പറയുന്ന ആ മെമ്മറി എന്താണെന്ന് പറയൂ. അത് കുറെ കാണും. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ബ്ലോഗ് ആയിട്ടുണ്ടാവും. എന്റെ മോൾ നടക്കുന്നത്, ചിരിക്കുന്നത്, ആദ്യമേ സംസാരിക്കുന്നത്, ഇതാണ് എടുത്തെടുത്ത് പറയുന്നത്. ഈയിടെയായിട്ട് എല്ലാരെയും കുട്ടിയിട്ടതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൊച്ചു പിള്ളേരെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാൽക്കുപ്പി, ഡയപ്പർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൽക്കുപ്പി എപ്പോ ഇറങ്ങിയടാ, അതാവുമ്പോ ഇറങ്ങിയാലും കുഴപ്പമില്ല, പൊട്ടുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ BPA ഫ്രീ എവിടെ കിട്ടും? അപ്പൊ നമുക്ക് കുട്ടികളെ പറ്റി അടുത്തൊരു വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് അർജുൻ ചന്ദ്രശേഖർ അഥവാ ശിവൻ. ഞാൻ വായിക്കും. ഞാനിവിടെ വായിക്കണം. If you could choose the decades you were born in, which one would it be and why? നീ ജനിച്ച വർഷം നിനക്ക് തിരഞ്ഞെടുക്കാൻ ഒരു അവസരം തരികയാണ്. ഇന്ന വർഷത്തിൽ നിനക്ക് ജനിക്കാം. ഏത് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത്. ഏത് വർഷത്തിൽ നീ ജനിക്കും? ആ കഴിഞ്ഞു. ഇല്ല, വയ്യുണ്ട്. എന്തുകൊണ്ട്? അത് അവന്റെ ലൈന് ഇവനേക്കാൾ മൂത്താന്ന് തോന്നുന്നു. പൊട്ടസല്ല. കമോൺ. ഏത് വർഷം? ഈ വർഷം 2023. ഇത് പറയാൻ എല്ലാരും ഉത്തരം പറയണം. What's that one thing you think everyone should try at least once? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം. നമ്മൾ എന്തെങ്കിലും പേടിക്കുന്നു അതെല്ലാം ട്രൈ ചെയ്യണമെന്ന്. ചിലർക്ക് ഡ്രൈവിംഗ് ആയിരിക്കും പേടി, അങ്ങനെയുള്ള ഡ്രൈവ് ചെയ്യാൻ ശരിക്കും ട്രൈ ചെയ്യണം. പിന്നെ ചിലർക്ക് ബഞ്ചി ജമ്പിങ് ആയിരിക്കും പേടി, അത് ട്രൈ ചെയ്തേക്കണം. അങ്ങനെ നിങ്ങൾ കിട്ടിയ നോക്കും. ചിലർക്ക് ഇങ്ങേരുടെ കൂടെ അഭിനയിക്കാനായിരിക്കും പേടി, ഒരിക്കലെങ്കിലും അഭിനയിക്കണം. ഒരു 2 സെക്കൻഡിന്റെ കാര്യങ്ങൾ What's the funniest moment you had with your besties? ഇതല്ല, നോക്ക് നിങ്ങൾ കേറിയിട്ട് എല്ലാം വേറെ വേറെ. പറ നിന്റെ ബെസ്റ്റീസുമായിട്ട് ഫണ്ണിയസ്റ്റ് മൊമെന്റ് എന്താ? കാരണം അവന്റെ മുഖത്തെ വൃത്തിയായിട്ട് കളർ ചിരി നോക്ക്. പറയടാ. അർജുനന്റെ ബർത്ത്ഡേ പാർട്ടി കട്ടപ്പോന്ന് പറന്നുപോയി. I am flying. അതാണോ ഫണ്ണിയസ്റ്റ്? നമുക്ക് ഇന്നത്തോടെ നമ്മൾ കള്ളുകളി നടത്തി, പക്ഷെ കട്ടപ്പ എന്ന് അടിക്കുന്നു ഇപ്പൊ ഫണ്ണായില്ല. പ്ലീസ് കമന്റ്. നമുക്ക് ഇതിനകത്ത് എല്ലാ കാർഡിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് പഠിച്ചിട്ടാണ്. ഓ ഈ ഉത്തരത്തിന് വേണ്ടി എത്ര കണ്ണുകളാണ്. മലയാളത്തിൽ വായിച്ചു ഇംഗ്ലീഷ് അറിയിച്ചേ. അവളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ജീവിതം ജീവിതം വേണ്ട. അങ്ങനെ തുടങ്ങിയാൽ ഞാൻ കുറെ പാവപ്പെട്ട യുവതികൾക്ക് ജോലി കൊടുക്കുന്നൊരു തുടങ്ങുന്നുണ്ട്. നീ ആദ്യം ഗോലിക്ക് വേണ്ടി പാവപ്പെട്ട യുവതികൾക്ക് ജോലി എടുക്കുന്ന കമ്പനി തുടങ്ങാൻ. അർജുനാണ്, നീ ആദ്യം ജോലി ഉണ്ടാക്കി, എന്നിട്ടല്ലേ പാവപ്പെട്ട യുവതികൾ. പാവപ്പെട്ട യുവതികൾക്ക് ഗോലി കൊടുക്കും. ഗോലി തൊന്നാൻ നീ ആദ്യം കമ്പനി കമ്പനി രജിസ്റ്റർ ചെയ്യും. മറ്റേ ഒരു പക്ഷിയുണ്ടതിനകത്ത് കുനിഞ്ഞു ചേർത്തി കഴിഞ്ഞാൽ ഞാൻ കാണത്തില്ലല്ലോ, അതുപോലെയാണ് ഞങ്ങളുടെ ഡാൻസ്. നിങ്ങളുടെ ഇതിനകത്ത് ഒരു കാർഡ് എടുത്ത് സഹായിക്കണം. 19. ഓക്കെ
Which movie do you cherish the most from your childhood? Tell us about it. വിനോദേട്ടന്റെ കൊച്ചിലത്തെ വിനോദേട്ടൻ കണ്ട ഏറ്റവും നല്ലൊരു മൂവി പറ. അത്രയല്ലേ ഉള്ളൂ. ടാസ്ക് ഒന്നും ഇല്ലാത്തതാ കിട്ടിയത്. ഓർമ്മ നിങ്ങളൊരു ഡയറക്ടറാണ്, മോശമാണോ അങ്ങനെ പറയുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞിലത്തെ ഒരു സിനിമ? ടാർസൻ, ചിമ്പാൻസി. അയാൾ കഥ ഓക്കെ കുറച്ച് കഴിഞ്ഞ് വരുവാടാ. പിന്നെ എന്നടാ പണിയിട്ടിരിക്കാ നീ? എല്ലാരോടും ചേച്ചി അവസരം Stanley. What is your favorite thing about your hometown? നിന്റെ നാട്ടിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? നിന്റെ നാട് എവിടെയാണ് ആദ്യം? കണ്ണൂര്. ബോംബാണ് അവിടെയാണ് ഏറ്റവും ഇഷ്ടം. നിങ്ങൾ എല്ലാത്തിനും വന്നിരിക്കുവാണല്ലോ. അമ്മയെ അയ്യോ ഞാൻ എന്നിട്ട് മറ്റേ തന്താനീ നാനയും കൂടെ ഇടാം. നിന്റെ നാട് ഏറ്റവും ഇഷ്ടം കമ്മയല്ലേ? അല്ല, അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പൊ അമ്മ പാൽപ്പായസം ഒന്നും തന്നെ നീ പാൽപ്പായസം എടുത്തോണ്ട് പോ. അമ്മ അവിടെ ഇരിക്കും. എടി മുമ്പ് നോക്കി നീ അറിഞ്ഞല്ലേ നമ്മളെ തള്ളേ ഇവക്ക് നിങ്ങളെ കാലം പാൽപ്പായസമാണ്. ഓ നീ പറ ചെറുക്ക. ഞാൻ ഇത്രയും നാള് വന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടില്ലല്ലോ. നെക്സ്റ്റ് ടൈം. ഓക്കേടാ, താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇനി മറിയാമ്മ ചേച്ചിയും കൂടെയാണ്. സന്തോഷത്തോടെ എടുത്തോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ 10ാം ക്ലാസ് പാസ്സായ ക്വസ്റ്റ്യനെ എങ്ങനെയൊക്കെയാണ് എനിക്കറിയുള്ളത്. ഔട്ട് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ദ റൂം മറിയാമ്മ ചേച്ചിക്ക് ഈ റൂമിലുള്ള എല്ലാവരിലും ഇപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ നമ്മളാരും കാണത്തില്ലല്ലോ, നമ്മൾ പലയിടത്താവത്തില്ലേ. പക്ഷെ മറിയാമ്മ ചേച്ചിക്ക് ഭയങ്കര വിഷമം ആരെ കാണാത്തതിലായിരിക്കും. അതിങ്ങനെ ആൾക്കാർ എന്നാലും ഒരാളെ പറ കാണാൻ അയ്യോ കാണണമായിരുന്നു എന്ന് തോന്നുന്ന ഒരാള് ഈ റൂമില്. ഇപ്പൊ ഈ റൂമിൽ നിൽക്കുന്നവര് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു പറയിപ്പിച്ച കാര്യം കണ്ടില്ലല്ലോ അല്ലേ? അതിനെങ്കിലും മൊത്തമാണെങ്കിലോ എല്ലാരെയും കാണുന്നു. എല്ലാവരുടെയും പേര് പറയുന്നത് ഒന്ന് ഓടിച്ചിട്ട് കാണണം. നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം അവനൊരു കുന്തവും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അവന് കിട്ടിയെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു. എനിക്ക് രണ്ടുപേരും കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരാളെ മാത്രം പറഞ്ഞാൽ മതി. അല്ല, രണ്ടുപേരെയും പറഞ്ഞു. ഫസ്റ്റ് ഉമ്മയെ പറയാം. ഉമ്മ ഫണ്ടൂരിയെ കൊണ്ടുപോകണോണ്ട് ജാബ് വാങ്ങിക്കണുണ്ട്. അതിന് മാത്രമുള്ള നിന്നോട് എല്ലാത്തിലും ഉണ്ട് ഉമ്മയോട്. കുഞ്ഞിനോട് എനിക്ക് ഐസുണ്ട് തന്നേന്നുള്ള അതീവമായ കടപ്പാട്. Who was your favorite teacher? തീർന്നു, അവള് വീണ്ടും തീർന്നു. എന്റെ ഫേവറേറ്റ് ടീച്ചർ ആരാന്ന് പറ. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ നമ്മളെ ഉഷ മാഡം എന്നൊരു മാഡം, 2 ഉഷ മാഡം ഉണ്ട്. അവർ രണ്ടുപേരും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉഷ മാഡം MS-ലായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം ഉണ്ട്, പക്ഷെ പക്ഷെ ക്ലാസ് ഇപ്പം ഇല്ല. അപ്പോൾ മാഡം നല്ല വഴക്ക് പറയും. മീൻസ് മുത്തശ്ശി ആ ഒരു പ്രായമൊക്കെ ഉണ്ട്. അപ്പം നല്ല വഴക്ക് പറയും. പിന്നെ ഭയങ്കര കെയറിങ് ആണ്. എല്ലാ ടീച്ചേഴ്സും കെയറിങ്, എന്നാലും ആ ടീച്ചർ എന്തോ ഒരു മുത്തശ്ശി. What interesting trait does each individual in the room have? ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പറയാം. ആവിയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. അവളിൽ നിന്ന് തുടങ്ങി.
നിനക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്യാരക്ടറും ഇല്ല. ഉണ്ട്, എന്തോ പറയണമെന്നാ ഞാൻ ആലോചിക്കുന്നേ. ആ, ഇവളടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണോന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അവളത് മറക്കത്തില്ല. ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയും ഒരു റീൽ എടുക്കാന്ന് പറയുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഇവള് പറഞ്ഞു പറയും നമുക്ക് റീൽ എടുക്കാം. ആ ഒരു ക്യാരക്ടർ നല്ലതാ. എന്നാൽ ചിലപ്പോ നമ്മള് മറന്നു പോകൂലേ, ഇവളത് മറക്കത്തില്ല. അതെ, ഡയലോഗ് പറയുന്നില്ല. അതുണ്ടാവില്ല, ബാക്കി എന്ത് കാര്യം. കണ്ണൻ പറ. കണ്ണനോടാണെങ്കിൽ അവന്റെ കുറുമ്പ് എനിക്ക് ഇഷ്ടമാണ്. ഈ കുരുത്തക്കേട് കാണിക്കത്തില്ലേ, നല്ല രസം. ഭയങ്കര ഇറിറ്റേഷൻ തരുന്ന കുരുത്തക്കേടൊന്നുമല്ല, നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നെ നോക്കി അതൊരു ക്രെഡിറ്റ് ആണെന്ന്. പിന്നെ ഷഹാനത്ത അയ്യോ കടകട റാണിയെ പറ്റി പ്ലീസ്. കേറിങ്ങുണ്ട്, നല്ല കേറിങ്ങ. ഇപ്പൊ ഞാന് റാഫിക്ക് വിളിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെ എത്തിയടി എന്നുള്ള കാര്യം ചോദിക്കും. അത് ചോദിക്കാറുണ്ട്. അത് കേറിങ്ങ. അതെനിക്ക് ഭയങ്കര ആ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും കേറിങ്ങുണ്ട്. ചേച്ചി പാവ സ്വഭാവ, പാവ, ഭയങ്കര ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കത്തില്ല. നിന്റെ അടുത്ത് മക്കളോട് എന്തെന്നാ പറയാ. ചേച്ചി അങ്ങനെ പാവ എന്ന് വെച്ചാൽ ദേഷ്യമൊന്നും ഇല്ലാണ്ടൊക്കെ ചിരിച്ച് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ. ജാടയില്ല, ജാടയൊന്നുമില്ല. ഇന്നത് എന്തുവാ അഭിനയിക്കുന്ന ആള്, ഇന്നത് പാരന്റ്സ് അല്ലെ, ഓരോരുത്തരെ തരം തിരിച്ചു കാണാണ്ട് എല്ലാവരെയും ഒരുപോലെ ഒരുപോലെ കാണുന്ന ഒരു സൂപ്പർ ക്യാരക്ടർ. ഞാൻ ഗെയിം കളിക്കാൻ നേരത്തെ ഒരു മിച്ചർ മിഠായിക്ക് വേണ്ടി ഇവിടെ മുട്ടനടിക്കും. എനിക്ക് ആമയോട് തരും. ആമി ഇല്ലേ? അപ്പൊ ആമി എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തരും. ഷെയർ എ മെമ്മറി ഫ്രം യുവർ സ്കൂൾ ഡേയ്സ്. സ്കൂൾ ഡേയ്സ്. ആരായിരുന്നു നിന്റെ ഫസ്റ്റ് ക്രഷ്? എന്താ എനിക്ക് പറയാൻ പറ്റില്ല. അത് പിന്നെ നീ സ്കൂളിലുണ്ടായിരുന്നു? കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി, കഴിഞ്ഞു പോയി. നിന്റെ ഫസ്റ്റ് ക്രഷ് ആരാ? വേറെ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങള് മറ്റേ ഈ മോഷണം മൂട്ടിച്ചു ബാഗ് നമ്മള് സിപ്പ് തുറന്ന ബാഗ്. അപ്പൊ പുതിയ പ്രായത്തില് സിപ്പ് തുറക്കാൻ നമ്മൾ ഉപയോഗിച്ച് കീറി എടുത്തു. അതല്ല, സിപ്പ് തുറക്കാതെ മറ്റേ കൈ എനിക്ക് ദിവ്യ കെ. ദിവ്യ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ എന്താണ് ഇവിടെ ഇരുന്ന കാര്യം കൊള്ളായിരുന്നു. അത് ശരിയാണ്. നല്ല If you had the power to enact a law, what would it be? നിനക്കൊരു ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിനക്ക് പവർ ഉണ്ട്. നിനക്കൊരു പുതിയതായിട്ട് ഒരു നിയമം ഉണ്ടാക്കി ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും ചെറുക്കന്റെ വീട്ടിലല്ല പെണ്ണുങ്ങളുടെ വീട്ടിൽ താമസിക്കും. കണ്ണൂരാ നിയമമുണ്ട്. കണ്ണൂർ മാത്രമേ ഉള്ളൂ. താങ്കൾക്ക് നിയമമൊന്നും ഇല്ലേ? എല്ലാവരും കപ്പ് സെറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ എനിക്കറിയാം. ഇവന്താണ് കാക്കയാണ് ഈ വഴി നിങ്ങൾ അപ്പിട്ടുണ്ടോ? What a vast and base you received that's surprisingly ended. അതായത് നിനക്ക് ഇതുവരെ കിട്ടിയിട്ട് ജന്തുക്കളെ
നിനക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു വൃത്തികെട്ട ഉപദേശം, പക്ഷെ ലാസ്റ്റ് അത് തന്നെ നിനക്ക് നല്ലതായിട്ട് വന്നു. അവളെന്തോ പറഞ്ഞു. മലയാളം ട്രാൻസ്ലേറ്റർ നീ പ്ലീസ്. താങ്ക് യു. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മെമ്മറി വിത്ത് സമ്മൺ ഇൻ ദ ഗ്രൂപ്പ്? ഈ ഗ്രൂപ്പിലുള്ളതിൽ ഒരാളുമായിട്ടുള്ള ഏറ്റവും നല്ല മെമ്മറി എന്താണ് മീന ചേച്ചിയുടെ? ഇപ്പൊ വന്നിട്ടുള്ളൂ ഓർമ്മ. ഇപ്പൊ വന്നെങ്കിൽ ഇപ്പൊ കുറച്ചായി. ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടി. ആ അതാണ് ഏറ്റവും നല്ല ഓർമ്മ. എല്ലാം അലമ്പുപദേശങ്ങളായിരുന്നു. അല്ല അലമ്പുപദേശങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നല്ലതും അത് നല്ലതായിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന എക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാല് എല്ലാവരും ഉപദേശം എടുക്കും. എനിക്ക് നല്ലത് തോന്നി ഞാൻ ചെയ്യും. ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഓക്കെ. ആ ഉപദേശത്തിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അഞ്ച് ലംബോർഗിനി, ഒരു പോർഷെ പനമേറ. അല്ല അത് ഡ്രീം ഹോം ആണ് ചോദിച്ചത്, എന്റെ ഗാരേജ് അല്ല. എനിക്ക് കിട്ടിയതെങ്കിൽ എന്നാലും നിനക്ക് എങ്ങനത്തെ വീടാ ഇഷ്ടം? ഇതിന് നല്ലൊരു വീട് വേണം. ഇപ്പൊ തത്വപരമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്താ വെള്ളം വീഴുന്നൊക്കെ പറയാം. അങ്ങനൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു വീട്, എല്ലാവർക്കും താമസിക്കും. മഴ പെയ്താൽ വെള്ളം വീഴും. എനർജി വേണം, നടുമുറ്റൊക്കെ വേണം. അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? താങ്ക് യു സോ മച്ച്. ഡ്രീം ഹൗസ് ആണ്. ശരി, ഭയങ്കര ഇതാണ് ആഗ്രഹമാണ്. ഡ്രീം ഹൗസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഉണ്ട് പറയാൻ. സെല്ലർ, മറ്റേ പാർക്കിംഗ്, ഒരു റൗണ്ട് ആയിട്ടിട്ട് എങ്ങനത്തെ അതായത് വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭയങ്കര ഫുൾ ഗാർഡൻ ഒക്കെ ചെയ്ത് വീടിന്റെ ബാക്കിലോട്ട് ഒരു ഫാം ഹൗസ് ഒരുപാട് ആനിമൽസും. അയ്യോ ആ മൊമെന്റ്, ആ മൊമെന്റ് അത് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. അത് സൗഭാഗ്യത്തിന് നേരത്തെ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മൾ ഈ ക്വിസ് ഗെയിം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ മൈൻഡ് വന്നത് തിരിയൂ പ്ലീസ് ക്യാമറ. Subscribe our channel.